സ്പീക്കർ എ എം ഷംസീറിന്റെ തിരക്കഥയിലൊരുങ്ങി മന്ത്രി വീണ ജോർജ് അതിമനോഹരമായി അഭിനയിച്ച ആ സിനിമ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി എന്ന് പറയുന്നു. പ്രതിഷേധത്തിൽ മന്ത്രി വീണ ജോർജ് മുന്നോട്ട് വെച്ചിരുന്ന വാദങ്ങൾ പൊളിയുകയാണ്. എല്ലാം കയ്യിന്ന് പോവാ. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. മന്ത്രിയുടെ മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പ്രതികൾ കഴുത്തിന് ആക്രമിച്ചതായി ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല. ഞാൻ ഈ കാണുന്നതൊക്കെ എന്താണ്? ഇതൊക്കെ വേറൊരു നമ്പർ അല്ലേ? നമ്പറോ? ആ, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. നമ്മുടെ ഡോക്ടർ വർമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് കിട്ടിയൊരു അഡ്ജസ്റ്റ്മെന്റാ. ആയുധം ഉപയോഗിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള മുറിവോ ചതവോ ഇല്ല എന്നും പറയുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. അപ്പത്താ തട്ടിപ്പാണല്ലേ? കഴുത്തിന്റെ പല ഭാഗങ്ങൾ തൊടുമ്പോൾ വേദന മാത്രമെന്നാണ് പറയുന്നത്. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയത്. മന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടാകുന്നു, ഉന്തും തള്ളുമുണ്ടാകുന്നു. അതിനുശേഷം മന്ത്രി തനിക്ക് പരിക്ക് പറ്റി, കഴുത്തിന് ആക്രമിച്ചു എന്ന് പറയുന്നു. ഇവിടെ ആർക്കും എന്നെ വിശ്വാസമില്ലേ? ഇല്ല. മുതലാളി എങ്ങനെ വിശ്വസിക്കും? ശരി, എങ്ങനെ വിശ്വസിക്കും? കഴുത്തിന്റെ വലതു ഭാഗത്ത് കൈകൊണ്ട് അമർത്തുമ്പോൾ അല്ലെങ്കിൽ തൊടുമ്പോൾ മാത്രം വേദന ഉണ്ട് എന്നാണ്. അതല്ല ഉദ്ദേശം. ഇന്നലെ നമ്മൾ നൽകിയിരുന്നു പോലീസിന്റെ മൊഴി. കണ്ണൂർ ടൗൺ സ്റ്റേഷനിലെ 3 പോലീസുകാരുടെ മൊഴിയിലും ഒരു തരത്തിലുമുള്ള ആയുധം ഉപയോഗിച്ചിട്ടില്ല, ആക്രമിച്ചിട്ടില്ല എന്നാണ്. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. വധിക്കാനുള്ള ശ്രമമില്ല എന്ന് പോലീസ് മൊഴിയിലും മെഡിക്കൽ റിപ്പോർട്ടിലും അത് തന്നെ പറയുന്നു. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ, ഞാൻ പോവാ. ഇത് ആക്സിഡന്റ് കം വൂണ്ട് സർട്ടിഫിക്കറ്റ് ആണ് കണ്ണൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ഇതിൽ 3:45 മന്ത്രിയെ പരിശോധിക്കുന്നത്. അതിനുശേഷം ഏതാണ്ട് 7 മണിക്കൂറിന് ശേഷമാണ് കേസിൽ FIR ഇടുന്നത്. അതിനുള്ളിലാണ് മന്ത്രിയെ പരിയാരം ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. റെഫറൻസ് ഇതിൽ നിന്ന് അങ്ങോട്ടേക്ക് റെഫർ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഒരു എക്സ്റേ എടുക്കണം എന്ന കാര്യം പോലും ഈ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ നിർദ്ദേശിച്ചിട്ടില്ല എന്നതും വ്യക്തമാണ്. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. പക്ഷേ പരിയാരം ആശുപത്രിയിൽ എത്തിയതിനു ശേഷം നമ്മൾ കണ്ടതാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങുമ്പോൾ മന്ത്രിയുടെ കഴുത്തിലെ കശേരികളിൽ പരുക്കുണ്ട് എന്ന് തുടങ്ങി. കൈ വേറെ കാല് വേറെ. ഗുരുതരമായ അവസ്ഥയാണ്, ICUവിൽ തുടരുന്നു എന്നൊക്കെയാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ ഉണ്ടായിരുന്നത്. എന്റെ ഈശ്വര, അപ്പോഴത്തെ ഒരു ആവേശത്തിൽ ഞാൻ ഏറ്റുപോയല്ല. നമ്പൂരിശ, നമ്മളെ മയ്യത്തെടുക്കാൻ നേരായോ നിങ്ങൾ കബഡി വരത്തി വെച്ചൊന്ന് നോക്കി.